24 ബിഗ് ബ്രേക്കിംഗ്. NCP സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് തോമസ് കെ തോമസിനെ മാറ്റാൻ പ്രമേയം പാസാക്കി. PC ചാക്കോ വിഭാഗം നേതാക്കളുടെ യോഗത്തിലാണ് നടപടി. പ്രമേയത്തെ 42 പേർ പിന്തുണച്ചു. PC ചാക്കോ മറ്റന്നാൾ ശരത് പവാറിനെ കാണും. ശ്രീത്ത് തിരുവനന്തപുരത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീത്ത്, NCP കേരള ഘടകത്തിലെ ഇത്തരത്തിൽ നേതൃനിരയിലെ തർക്കം അത് നേരത്തെ വലിയ വാർത്തയായതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ PC ചാക്കോ വിഭാഗത്തിന്റെ ഒരു നീക്കം നടക്കുന്നു എന്നുള്ളതാണ്. തോമസ് കെ തോമസിനെതിരെ ഒരു പ്രമേയം കൂടി പാസ്സാക്കിയിട്ടുണ്ടെന്ന് അറിയുന്നു. എന്താണ് ആ നീക്കത്തിന് പിന്നിൽ? ഒപ്പം തുടർ നീക്കങ്ങൾ എന്താണ്? പ്രജിൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും പരാജയപ്പെട്ടതോടെയാണ് നേരത്തെ ഉണ്ടായിരുന്ന NCPയിലെ നേതൃതർക്കം രൂക്ഷമായിരിക്കുന്നത്. ഇന്ന് കലൂരിലെ റിന്യൂവൽ സെന്ററിൽ PC ചാക്കോ തന്നെ അനുകൂലിക്കുന്ന നേതാക്കളുടെ യോഗം വിളിച്ചു. ഈ യോഗത്തിൽ 42 നേതാക്കളാണ് പങ്കെടുത്തത്. ഈ യോഗത്തിൽ വെച്ചാണ് PC ചാക്കോയെ അനുകൂലിക്കുന്ന നേതാക്കൾ തോമസ് കെ തോമസിനെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം പാസ്സാക്കിയിരിക്കുന്നത്. ഈ പ്രമേയത്തിൽ 42 പേർ ഒപ്പുവെച്ചിട്ടുണ്ട്. പ്രമേയവും യോഗത്തിലെ ചർച്ചകളുടെ മിനിറ്റ്സും അടങ്ങുന്ന കാര്യങ്ങളുമായി മറ്റന്നാൾ PC ചാക്കോ മുംബൈയിലെത്തി ശരത് പവാറിനെ കാണും. ഇപ്പോൾ മുംബൈക്ക് പുറത്തുള്ള ശരത് പവാർ നാളെയോടെ മുംബൈയിലെത്തും. മറ്റന്നാൾ ശരത് പവാറിനെ കണ്ട് തോമസ് കെ തോമസിനെ മാറ്റുന്ന കാര്യത്തിൽ തീരുമാനമാക്കുമെന്ന ഉറപ്പ് നൽകിയാണ് ചാക്കോ അനുകൂലിയുടെ യോഗം അവസാനിച്ചിരിക്കുന്നത്. എന്തായാലും NCPയിൽ ഒരു പിളർപ്പുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. നാളെ ശശീന്ദ്രൻ പക്ഷം മുൻ മന്ത്രി AK ശശീന്ദ്രൻ്റെ പക്ഷം കോഴിക്കോട് ഗ്രൂപ്പ് യോഗം വിളിച്ചിട്ടുണ്ട്. അവർ മറ്റ് LDFിലെ കോൺഗ്രസ് അടക്കമുള്ള ചെറിയ പാർട്ടികളുമായി ചേർന്ന് പുതിയൊരു പാർട്ടി ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. എന്നാൽ മുന്നണി മാറ്റമടക്കമുള്ള കാര്യങ്ങൾ PC ചാക്കോ വിളിച്ച ഗ്രൂപ്പ് യോഗത്തിൽ ചർച്ചയായില്ല. മറ്റ് നടപടി ഇപ്പോൾ ഈ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമാണ് NCP. അതുകൊണ്ട് തന്നെ UDF പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യം വരുന്ന ഘട്ടത്തിൽ ആലോചിച്ച് തീരുമാനിക്കാമെന്ന ഉറപ്പാണ് ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയായി ചാക്കോ ഈ ഗ്രൂപ്പ് യോഗത്തിൽ നൽകിയത്. ശരി, ശ്രീത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.